കാലവർഷം ആരംഭിച്ചതോടെ ഇടുക്കി ജില്ലയിലെ മൂന്നാർ ഗ്യാപ്പ് റോഡ് വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുകയാണ്. എപ്പോൾ വേണമെങ്കിലും റോഡിലേക്ക് പാറയും മണ്ണും ഇടിഞ്ഞു വീഴുമെന്ന ഭയത്തിലാണ് പ്രദേശവാസികൾ. മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാനുള്ള ഉറപ്പുകളടക്കം ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടും പ്രകടമായ ഒരു മാറ്റവും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടുത്തെ NH നേരത്തെ പറഞ്ഞത് ഇവിടെ മണ്ണിൽ ഇടിച്ചൽ ഉണ്ടാകുന്ന മുമ്പ് നമുക്ക് അറിയാൻ വേണ്ടി ഒരു മെഷീൻ ഫിറ്റ് ചെയ്യാനാണ് അവരൊക്കെ പറഞ്ഞത്. അത് ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ അതൊക്കെ പറഞ്ഞ് ഈ മണ്ണിടിച്ചൽ ഉണ്ടാകുന്ന മുമ്പ് നമുക്കൊക്കെ എല്ലാവർക്കും അറിയിപ്പൊക്കെ കിട്ടും. അതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പോയവരാണ് ഈ NH ഇനി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ഭാഗത്ത് ഒരു വലിയ മണ്ണിടിച്ചിലുണ്ടായാൽ സമീപത്തുള്ള നിരവധി പ്രദേശങ്ങൾ ഒറ്റപ്പെടുകയും ഗതാഗതം തടസ്സപ്പെടുകയും അടിയന്തര സേവനങ്ങൾ ലഭിക്കാതെ വരികയും ചെയ്യുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഒരു പ്രസവ കേസാണെങ്കിലോ ഒരു ചെറിയ എന്തെങ്കിലും സാധനം പറ്റിയാലും ആശുപത്രി പെരിയാനിലിരുന്ന് മൂന്നാർക്ക് പോണത് ഈ വഴിക്കാണ് പോണത്. ഞങ്ങൾക്ക് ഈ വഴി ഇല്ലെങ്കിൽ വേറെ മാർഗം 10-50 കിലോമീറ്റർ ചുറ്റാണ് ഞങ്ങൾ മൂന്നാറിലേക്ക് എത്തുന്നത്. അപ്പോൾ ചിന്നക്കാടിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ റോഡ് നമുക്ക് ടൂറിസ്റ്റ് വരുന്നവരെ അവർക്ക് വരെ ബാധിക്കുകയാണ്. ഏன்னா മണ്ണിടിച്ചിൽ വരുമ്പോൾ ഈ കല്ലൊക്കെ വന്ന് ചിലപ്പോൾ വണ്ടി റണ്ണിങ്ങിലേക്കുമ്പോൾ ഇടിച്ച് കല്ല് വന്ന് വീണ് കഴിഞ്ഞാൽ അവർക്കും ബാധയാണ്, ഞങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്കും ബാധയാണ്. 2017 മുതൽ ഹൈവേ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഈ റോഡ് ഒന്നിലധികം തവണ മണ്ണിടിച്ചിലുകൾക്ക് സാക്ഷ്യം വഹിച്ചു. ആഴ്ചകൾക്ക് മുൻപ് പെയ്ത വേനൽ മഴ പോലും ഗതാഗത തടസ്സത്തിന് കാരണമായി. ഈ സാഹചര്യത്തിലാണ് കാലവർഷം കടന്നു വരുന്നത്. 2022 IIT മണ്ഡി, ഇന്ത്യൻ സൈന്യം, DRDO എന്നിവർ ചേർന്ന് വികസിപ്പിച്ചെടുത്ത മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ജില്ലാ ഭരണകൂടം അനുമതി നൽകി. എന്നാൽ 2 വർഷം കഴിഞ്ഞിട്ടും മുന്നറിയിപ്പ് സംവിധാനം ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. കാലവർഷം ആരംഭിച്ചതോടെ വീണ്ടും ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിന് മുൻപ് അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് പ്രദേശവാസികൾ.